ഹായ്, എല്ലാവർക്കും അഞ്ചു ടോക്സിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു അടിപൊളി കഥയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാമല്ലേ. ഞാൻ വിവേക്, ഇപ്പോൾ 33 വയസ്സ്, ഭാര്യ കീർത്തി 30 വയസ്സ്, ഒരു മകനുണ്ട് 4 വയസ്സ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 6 വർഷം കഴിഞ്ഞു. വളരെ സാധാരണമായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനും വൈഫും മോനും പിന്നെ വൈഫിൻ്റെ അമ്മയും കൂടി ഒരു യാത്ര. പളനിക്ക് കുഞ്ഞിൻ്റെ മുടിയെടുക്കണം എന്ന് ഭാര്യയ്ക്ക് നേർച്ചയുണ്ടായിരുന്നു. അങ്ങനെ പളനിക്ക് പോയി. ഭാര്യയുടെ അമ്മ പേര് ഗിരിജ, 56 വയസ്സ്. കഴിഞ്ഞ വർഷം ഗവൺമെൻറ് ജോലിയിൽ നിന്നും റിട്ടയർഡായി. ഇപ്പോൾ വീട്ടിൽ തനിയെയാണ്. അമ്മയും മകളെയും കണ്ടാൽ മുഖഛായ മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യ നന്നായി തടിച്ചിട്ടാണ്, പക്ഷെ അമ്മായിമ്മ അങ്ങനെയല്ല, ആവശ്യത്തിനുള്ള തടിയൊക്കെ ഉള്ളൂ. കീർത്തിക്ക് പിന്നെ കുഞ്ഞും കൂടി ആയപ്പോൾ പറയണ്ട, നന്നായി തടി വെച്ചു. പലപ്പോഴും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, നീ മമ്മിയെ കണ്ട് പഠിക്കാൻ, എല്ലാം കറക്റ്റാണ്, ആവശ്യത്തിനുള്ള വണ്ണവുമുള്ളൂ. എപ്പോഴും ഇത് പറയുമ്പോൾ അവൾ ചൂടാകും. നിങ്ങളിനി അധികമൊന്നും പറയണ്ട, അമ്മയുടെ വണ്ണവും നീളവും അളന്നുകൊണ്ട് നടക്കുവാണോ നിങ്ങൾ, അധികം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവളെന്നോട് ചൂടാകും. ഒരു തവണ ഇത് പറയുന്നത് അമ്മായിമ്മ കേൾക്കുകയും ചെയ്തു. അപ്പോൾ മമ്മിയുടെ മുഖത്ത് ഒരു നാണം കലർന്ന ചിരിയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതിലെനിക്ക് ഒരിഷ്ടം പോലെയൊക്കെ തോന്നി. അതിൽ പിന്നെ പലപ്പോഴും ഞാൻ മമ്മിയെ ശ്രദ്ധിക്കാനും തുടങ്ങി. ഇടയ്ക്ക് മുറ്റമടിക്കുമ്പോഴും തറ തുടക്കുമ്പോഴും ഞാൻ നോക്കും. പലപ്പോഴും ഞങ്ങളുടെ കണ്ണുകൾ ഉടക്കിയിട്ടുമുണ്ട്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഞങ്ങൾ പളനി യാത്ര തുടങ്ങിയത്. രാവിലെ ഇവിടുന്ന് തിരിച്ചു. വൈകിട്ടായപ്പോൾ പളനി എത്തി. അവിടെ റൂമും എടുത്ത് രാവിലെ പളനി അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് കുഞ്ഞിൻ്റെ മുടിയെടുക്കാൻ ഞങ്ങളവിടെ ഒരു ഹോട്ടൽക്കാരന് അറേഞ്ച് ചെയ്തു. ബാർബറുടെ അടുത്ത് പോയി ആദ്യം എൻ്റെ മടിയിലിരുത്തി മുടി വെട്ടി തുടങ്ങിയപ്പോൾ അവൻ കരയാൻ തുടങ്ങി, അമ്മയെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ കരഞ്ഞപ്പോൾ അവസാനം മമ്മി പറഞ്ഞു, അവനെ ഇങ്ങത്താ, ഞാൻ പിടിച്ചോളാമെന്ന്. അതും പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിനെ എടുത്തു. പക്ഷേ അവിടെയും അവൻ അടങ്ങിയിരുന്നില്ല. കൈകളിട്ട് അടിക്കാൻ തുടങ്ങി. പിന്നെ കീർത്തി പറഞ്ഞു, ചേട്ടാ, അവൻ്റെ കൈയൊന്ന് പിടിച്ചു കൊടുക്ക്, ഞാൻ പിടിച്ചാൽ അവൻ സമ്മതിക്കില്ല, അമ്മയെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്നും. ഞാൻ മമ്മിയെ നോക്കി, പിടിക്കണോ മാമി എന്ന് ചോദിച്ചു. ആ, പിടിക്കണം മോനെ, എനിക്ക് തന്നെ പറ്റുന്നില്ല. ഞാൻ പിന്നെ കൈകൾ ചേർത്ത് പിടിച്ചു. പക്ഷേ ബാർബർക്ക് മുടിവെട്ടാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ മമ്മിയുടെ പുറകിൽ കൂടെ കൈയിട്ട് കുഞ്ഞിൻ്റെ കൈ രണ്ടും ഒരു കൈ കൊണ്ടും കാലുകൾ രണ്ടും മറ്റേ കൈ കൊണ്ടും ചേർത്ത് പിടിച്ചു. വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു അവനെ ഒന്ന് അടക്കി പിടിക്കാൻ. കൈകൾ മുറുക്കി പിടിച്ചപ്പോഴാണ് ഇടയിൽ മമ്മിയുണ്ടെന്ന ബോധം എനിക്ക് വന്നത്. കുഞ്ഞിൻ്റെ കൈ ചേർത്ത് പിടിച്ചപ്പോൾ മമ്മിയുടെ ആളുകളെയും കൂടിയായിരുന്നു ഞാൻ ചേർത്ത് പിടിച്ചത്. ഏകദേശം ഒരു 20 മിനിറ്റ് അങ്ങനെ നിൽക്കേണ്ടി വന്നു. കുഞ്ഞ് വാശി പിടിച്ച് കരയുന്നതനുസരിച്ച് ഞങ്ങൾ കൂടുതൽ മുട്ടാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്നറിയില്ല, എൻ്റെ ആൾ തല പൊക്കാനും തുടങ്ങി. ഞാൻ ആകെ വല്ലാതെയായി. മമ്മി ഇത് അറിയുമോ, അറിഞ്ഞാൽ മോശമാണ് എന്നൊക്കെ ചിന്തിച്ചു. അതുമാത്രമല്ല, ഇതൊന്നും പോരാത്തതിന് മമ്മിയുടെ മുടിയിൽ നിന്ന് വരുന്ന കാച്ചി എണ്ണയുടെ മണം എന്നെ കൂടുതൽ വേറെ ഏതോ ലോകത്തേക്ക് കൊണ്ടുപോയി. ശരിക്കും നന്നായി എൻ്റെ ആൾ തല പൊക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ മുടി വെട്ടിക്കഴിഞ്ഞു. കുഞ്ഞിനെ കീർത്തി വാങ്ങിക്കൊണ്ട് പോയി. മമ്മിയുടെ മുഖത്ത് എനിക്ക് നോക്കാൻ ശരിക്കും ധൈര്യമില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് ബാർബറോട് ചോദിച്ചു, എത്രയായി ചേട്ടാ എന്ന്. അയാൾ 150 രൂപ എന്ന് പറഞ്ഞ് അത് കൊടുക്കാൻ നിന്നപ്പോൾ ഞാൻ റൂമിലേക്ക് പോവാ മോനെ എന്ന് പറഞ്ഞ് മമ്മി പോയി. ഞാൻ മമ്മിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. മുഖമാകെ ചുവന്ന് തൊടുത്തിരിക്കുന്നു. കണ്ണിൽ ഒരുതരം സന്തോഷമാണോ എന്തോ ഒരു ഭാവം, എനിക്കൊന്നും മനസ്സിലായില്ല. കൊച്ചുമോൻ്റെ മുടി വെട്ടിയതിലുള്ള നിർവൃതിയാണോ അതോ മരുമോൻ്റെ അടുത്ത് നിന്നതിനുള്ള സന്തോഷമാണോ എന്നെനിക്ക് വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ബാർബറെ പറഞ്ഞു വിട്ട് ഞാനത് മനസ്സിലിട്ടിങ്ങനെ ആലോചിച്ചു. ആലോചിക്കുമ്പോൾ മൊത്തം എൻ്റെ ആൾ തല പൊക്കി നിൽക്കുവാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നി. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് വീണ്ടും വീണ്ടും മനസ്സ് പറയുന്ന പോലെ. പെട്ടെന്ന് കീർത്തി വന്ന് വിളിച്ചു, ഏട്ടാ പോവണ്ടേ, ഞങ്ങൾ റെഡിയായി. ഞാൻ പെട്ടെന്ന് പോയി ഒന്ന് കുളിച്ച് അമ്പലത്തിലേക്ക് പോയി. ഞാൻ പോയി 10 ക്യൂവിൽ കയറി. നല്ല തിരക്കുണ്ടായിരുന്നു.
എന്തായാലും നല്ല തിരക്ക്. വലിയ പൈസ കൊടുത്ത് ഭഗവാനെ കാണാൻ എനിക്കും തോന്നിയില്ല. കൂപ്പണെടുത്ത് ചെല്ലാതിരുന്നപ്പോൾ കീർത്തിയും മാമിയും എന്നെ വഴക്ക് പറഞ്ഞു. കുഞ്ഞിനെയും കൊണ്ട് ഇതിൽ കയറുന്നത് എങ്ങനെയാ? നല്ല തിരക്കുണ്ടല്ലോ, 100 രൂപയുടെ കാര്യമല്ലേ, എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ കയറണമെങ്കിൽ കയറ്, ഇല്ലെങ്കിൽ കയറണ്ട. പെട്ടെന്ന് മാമി, നിങ്ങൾ വഴക്കിടണ്ട, കുഞ്ഞിനെ ഇങ്ങ് താ. കീർത്തി, നീ മുമ്പിൽ നിൽക്ക്, മോൻ പുറകിൽ നിൽക്കട്ടെ, കുഞ്ഞിനെ ഞാൻ പിടിച്ചോളാം. എനിക്കും അത് ശരിയായി തോന്നി. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. ക്യൂവിൻ്റെ അറ്റത്ത് പോകുമ്പോൾ ശരിക്കും തിക്കും തിരക്കുമായി. എൻ്റെ പുറകിൽ നിന്നും പാണ്ടികൾ തള്ളാൻ തുടങ്ങി. ഞാനും മാമിയും തമ്മിലുള്ള വിടവ് കുറഞ്ഞു വന്നു. അവസാനം എൻ്റെ ആൾ മാമിയിൽ മുട്ടി. മാമിയുടെ മുഖം വിളറി വെളുക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അങ്ങനെ തന്നെ കുറേ നേരം നിന്നു. മാമി ഒന്നും മിണ്ടുന്നില്ല. ഈ കഥ ഇഷ്ടപ്പെട്ടു? ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടോ? എന്നാലേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ കഥ ഞാൻ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക.